2017 മോഡൽ വരുന്ന ഒരു ചെറിയൊരാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനം 1.40 വരെ ഓടിയിട്ടുള്ള ഒരു വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ മറ്റൊരു പ്രത്യേക സവിശേഷത ഇപ്പോഴും നല്ല നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാഹനം എന്ന് വിശേഷിപ്പിക്കാം. അതേപോലെ 4 ടയറുകളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ 80-90% ടയറും ഉള്ള ഒരു വാഹനം കൂടിയാണത്. അടുത്ത നമുക്ക് ഈ വാഹനത്തിന്റെ ഉൾവശത്തേക്ക് വരാം. അപ്പോൾ അതിന്റെ ഉൾവശത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട് വശമൊക്കെ നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ട് യൂസ് ചെയ്യുന്ന ഫ്രണ്ട് സീറ്റും കാര്യങ്ങളും നല്ല നീറ്റായിട്ടിരിക്കുന്നു. ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ ബാക്ക് സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാലും ബാക്ക് സീറ്റ് നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല നീറ്റായിട്ടുള്ള സീറ്റുകളും കാര്യങ്ങളും ഉള്ള ഒരു വാഹനം കൂടിയാണത്. ലേഡീസിനൊക്കെ ഉപയോഗിക്കാനൊക്കെ ഡ്യൂട്ടിക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഒതുങ്ങിയ വാഹനം എന്നാണ് വിശേഷിപ്പിക്കാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,55,000 രൂപയാണ്. അപ്പം നെഗോഷ്യബിൾ ആണ് റേറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വാഹനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വിളിക്കുക. ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ടാവും. 19 മോഡലിൽ സെക്കൻഡ് ഓണർഷിപ്പ് വരുന്ന ഒരു വാഹനമാണ്. ഈ ഒരു വാഹനം 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൊരു വാഹനമാണ്. ബാക്കി ഇതിൻ്റെ നമുക്ക് ടയർ രീതിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 70-80% ടയറുള്ള ഒരു വാഹനം കൂടിയാണത്. അടുത്ത നമുക്ക് അറിയേണ്ടതിൻ്റെ ഉൾവശമാണ് നമുക്ക് നോക്കേണ്ടത്. ഉൾവശം ഒക്കെ നല്ല നീറ്റായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാഹനമാണ്. സീറ്റുകളും കാര്യങ്ങളൊക്കെ നല്ല ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ നീറ്റായിട്ട് ഇരിക്കുന്ന ഒരു വാഹനമാണ്. അത് ഈ വാഹനത്തിന് മറ്റൊരു പ്രത്യേകത ഇതിൻ്റെ ഒരു 6 മാസത്തേക്ക് ഇതിൻ്റെ 3 ഫ്രീ സർവീസും കാര്യങ്ങളും ഉള്ള ഒരു വാഹനമാണ്. അതേപോലെ ഗിയർ ബോക്സിനും എഞ്ചിനും ഒരു 6 മാസത്തെ സർവീസിൻ്റെ ഫ്രീ സർവീസും കൊണ്ട് ഉണ്ടായിരിക്കുന്നതാണ്. സീറ്റിലേക്ക് ബേക്കിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വാഹനത്തിൻ്റെ വെച്ചും നല്ല അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സീറ്റുകളും കാര്യങ്ങളാണ്. ഡിക്കിയും കാര്യങ്ങളൊക്കെ നല്ല മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന ഒരു വാഹനമാണ്. ഇതിന് ഏറ്റവും ബേക്ക് ചെറിയ രീതിയിൽ നിന്ന് ചെറിയ ഒരു ബേക്കാണ് ചെറുതായിട്ടൊന്ന് ബെൻഡായിട്ടുണ്ട്. അതൊന്ന് ഇറക്കുന്ന സമയത്ത് കമ്പനിയാണെന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിയർ ആക്കി തരുന്നതാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് ചോദിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3,55,000 അപ്പം അത് നെഗോഷ്യബിൾ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും റേറ്റിൽ വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്പറിനാണ് തീർച്ചയായിട്ടും വിളിക്കുക.